ഇതിപ്പോൾ കണ്ടില്ലേ, ഇതൊരു പച്ചടി എന്ന് തന്നെ പറയാൻ പറ്റാത്ത പരുവത്തിലാണത് ശരിക്കും. കുറച്ചുകൂടി ഒരു വെള്ളം കുറഞ്ഞ രീതിയിലാണ് ഇതുണ്ടാവുക. നമസ്കാരം, രസയാത്രയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പഴയ കാലം തൊട്ട് ഞങ്ങളുടെ തൊടിയിൽ, അത് ഞങ്ങളുടെ വളപ്പിലുള്ള ഒരുപാട് സാധനങ്ങൾ, ഇപ്പം വാഴയ്ക്ക അല്ലെങ്കിൽ കായ, പച്ചക്കായ, തേങ്ങ, മാങ്ങ, ചക്ക, അതുപോലെ വാഴയുടെ തന്നെ വിവിധ കാര്യങ്ങൾ, വാഴയുടെ തന്നെ കണ്ട എന്ന് പറയും, അതായത് വാഴയുടെ തന്നെ കിഴങ്ങ്, അതുപോലെ വാഴയുടെ കൂമ്പ് ഉപയോഗിക്കും, അതിൻ്റെ പൂവ്, വാഴയുടെ കാമ്പ് ഞങ്ങൾ പറയുന്നത്, അതായത് ഉണ്ണിപ്പിണ്ടി എന്ന് പറഞ്ഞാൽ വാഴയുടെ പോളയൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതിന് നടുക്കുണ്ടാവുന്ന ആ സാധനം ഉപയോഗിക്കും. ഇങ്ങനെ പലതരം നാടൻ സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിൻ്റെ തന്നെ ചുറ്റും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് രോഗങ്ങളൊക്കെ ഒരു പക്ഷേ കുറവായിരുന്നു തന്നെ കണക്കാക്കണം നമ്മൾ. അതായത് മഹാരോഗങ്ങൾ ഇല്ല എന്നല്ല, എന്നാൽ പോലും കുറവായിരുന്നു. അതായത് അവനവൻ്റെ ആരോഗ്യത്തിന് വിടുന്ന കാര്യങ്ങളാണ് കൂടുതലും ഭക്ഷ്യസാധനങ്ങളായിട്ട് ഉപയോഗിച്ചു തന്നത്. പക്ഷേ ഭക്ഷ്യവസ്തുക്കൾ മിക്കവാറും ഒരുതരം ഔഷധങ്ങൾ പോലെ തന്നെ ശരീരത്തിലേക്ക് ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന, ഇന്നും ചിലരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് നമ്മളിന്ന് പാചകത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രസയാത്രയിൽ ഉണ്ണിപ്പിണ്ടി എന്ന് നമ്മൾ വിളിക്കുന്ന, അതായത് വാഴയുടെ കാമ്പെന്നാണ് ഞങ്ങളുടെ മലബാർ ഏരിയയിൽ പറയുന്നത്. കാമ്പെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, വാഴയുടെ ഒരു കാമ്പുള്ള നമ്മൾ പറയാറില്ല, ആ ഒരു അർത്ഥത്തിലായിരിക്കണം കാമ്പെന്ന് പറഞ്ഞത്. ഇത് ശരിക്കും ഒരു മഹാ ഔഷധം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ പ്രവർത്തിക്കുക. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഞങ്ങൾ സാധാരണ ഈ മലബാറിൽ പെരക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കറി ഉണ്ടാക്കാറുണ്ട്, ഒരു ഡിഷ് ഉണ്ടാക്കാറുണ്ട്. പെരക്ക് എന്ന് പറയുന്നത് പച്ചടിയുടെ വേറൊരു വെറൈറ്റിയാണെന്ന് പറയാം. പക്ഷെ പച്ചടിക്ക് ചേർക്കാത്ത ചില കാര്യങ്ങൾ അതിൽ ചേരുന്നുണ്ട്. അതിൻ്റെ രീതിക്ക് ചെറിയ വ്യത്യാസമുണ്ട്, പച്ചടിയിൽ നിന്ന് വ്യത്യാസമായിട്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇതിൽ പൊടിയുപ്പ് ഒരല്പസമയം, ഒരു അര സ്പൂണ് പൊടി, അല്ലെങ്കിൽ പൊടിയുപ്പ്, ഇല്ലെങ്കിൽ പാകത്തിനുപ്പ് ചേർത്ത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് സമയം യോജിപ്പിച്ച് വെക്കണം. ആ യോജിപ്പിച്ചതിന് ശേഷം ഈ തൈരും ഈ അരച്ച അരപ്പും, അത് മോരിലോ തൈരിലോ ആണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അത് ചേർത്ത് വെച്ചാൽ ഈ പെരക്ക് റെഡിയായി. ഇത്രയും താമസമല്ലോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് ഈ അരക്കുന്നത് നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങ. അതെ അതെ. ഇതിപ്പോൾ നമ്മൾ ഇത്രയും മുറിച്ച കഷ്ണത്തിന് ഒരു അരക്കപ്പ് തേങ്ങ, 2-3 പച്ചമുളക്, കടുക്, കുറച്ച് തൈര്, മോരോ. അതെ, രണ്ടിലേതും ഒന്ന് അവരവരെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാം. അത് ഇന്നതും ഇല്ല, വെള്ളം ചേർക്കാതെ അരക്കും. അതെ, വെള്ളം ചേർക്കണ്ട. ഉച്ചക്ക് ഒരു നേരത്തേക്ക് കഴിക്കാനും പറ്റും. ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ടല്ലോ ഇപ്പോൾ, അത് എന്നിട്ടൊന്ന് ചതക്കണമല്ലോ, ചെറുതായി ചതക്കി ഒന്ന് ചെറുതായി തിരുമ്മി എടുക്കുകയോ ചെയ്യാം. രണ്ടിലേതും ഒന്ന് മതി. ഉപ്പ് ഞാൻ ഇട്ട് തരാം. ഉപ്പ് പാകത്തിന് ഇടുക. അത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണല്ലോ. പാകം എന്ന് പറയുന്നത് ഒരേ രീതിയല്ല എല്ലാവർക്കും. ഉപ്പിൻ്റെ ആയാലും മുളകിൻ്റെ എരിവൊക്കെ ഒരു വ്യത്യസ്ത രീതിയിലാണ് പലർക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനവന് ഇഷ്ടമുള്ള രീതിയിലുള്ള അളവനുസരിച്ച് ഉപ്പ് ഇടാം. ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റിന് ശേഷമാണ് നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ഇടിച്ചിട്ട് അതിൽ ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ അരപ്പ്, അത് തേങ്ങ അരച്ചെടുക്കുന്നത്. ഇതിൽ തേങ്ങയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ചേർക്കാതെ അരക്കുന്നതാണ് നല്ലത്. ഒരു അരക്കപ്പോളം തൈര് ഇതിലൊഴിച്ച് അരക്കുക, വെള്ളം ചേർക്കാതെ. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് വരിക. ഒരുപാട് ലൂസായിട്ട് വരില്ല, ഒരുപാട് ജലാംശമുള്ള രീതിയിൽ വരില്ല. ഇങ്ങനെ ഒരു കട്ടിയായിട്ട് ഒരു ചമ്മന്തിയൊക്കെ നമ്മൾ അരക്കുന്ന രീതിയിലാണ് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഈ കാമ്പിൻ്റെ അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടിയുടെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട്, ഒരുപാട് ചതക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അതിനുള്ള കൂടുതൽ അതിൻ്റെ ഈ തൈരിൻ്റെയും ഉപ്പിൻ്റെയും ഇങ്ങനത്തെ ആ ഒരു അരപ്പിൻ്റെ എല്ലാ അംശങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേർന്ന് കിട്ടാൻ നല്ലതാണ്. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ നന്നായിരിക്കും. ഒരുപാട് ചതക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചതച്ചെടുത്താൽ മതി. ഈ കഷ്ണങ്ങൾ ഇങ്ങനെ തന്നെ വലിയ കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നതിന് പകരം ചെറിയൊരു യോജിപ്പ് കിട്ടാൻ നല്ലതാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുകയാണ്.
ചിലരിങ്ങനെ ചതച്ചതിന് ശേഷം ഇതിൻ്റെ നീര് കളഞ്ഞിട്ട് ഉപയോഗിക്കാറുണ്ട്. തിരക്കുണ്ടാകുന്ന സമയത്ത് വെള്ളരിക്കയാണെങ്കിലും കുക്കിരിക്കയാണെങ്കിലും അല്ലെങ്കിൽ കാമ്പാണെങ്കിലും ഇങ്ങനെ ചതച്ചിട്ട് ഇതിൻ്റെ നീര് കളഞ്ഞിട്ട് എടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഇല്ലേ അമ്മ? അങ്ങനെ ചെയ്യാറ്. ശരിക്കും ഉണ്ണിപ്പിണ്ടിയുടെ നീര് കളയാതെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കൂടുതലും. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ പ്രകൃതി ചികിത്സകരൊക്കെ പറയുന്നുണ്ട് ഈ ഉണ്ണിപ്പിണ്ടിയുടെ നീര് ഷുഗറിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഈ ഉണ്ണിപ്പിണ്ടിയുടെ നീര് മാത്രം എടുത്ത് കുടിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ചികിത്സയിലൊക്കെ അങ്ങനെ ഈ ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ ഈ കാമ്പ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്നുണ്ട് പല പ്രകൃതി ചികിത്സകരും. പ്രമേഹത്തിനൊക്കെ നല്ലതാണ്, പ്രമേഹം കുറയാനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ രക്തത്തിനെ നിർമ്മിക്കാനും ഒക്കെ ഒരുപാട് ഉപയോഗമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് എൻ്റെ ജലാംശം കളയാതെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ല ഉണ്ണിപ്പിണ്ടിയുടെ. ഇങ്ങനെ ഇടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ചതച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതിന് പെരക്ക് എന്ന് പേര് വന്നത്. ഇനി ഇതിനെ ഒന്നുകൂടി മിക്സ് ആക്കാമല്ലേ നമുക്ക്? ഒന്നുകൂടി കൈ കൊണ്ട് ഒന്ന് നമ്മൾ പിഴിയാന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതുണ്ട്. ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇതിൽ തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് അതിനെ ഞെക്കി പിഴിഞ്ഞ് ഒന്ന് യോജിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കൈ കൊണ്ട് തന്നെ കുറച്ചും കൂടി ചേർന്ന് കിട്ടും. നമ്മൾ പിടിച്ചതിനേക്കാൾ കുറച്ചുകൂടി ചേർന്ന് കിട്ടും. ഇങ്ങനെ ഒന്ന് ഞമിണ്ടുക എന്നാണ് ഞങ്ങളുടെ ഒരു നാട്ടിലുള്ള പ്രയോഗം ഇതിന്, ഭാഷയിൽ, നാടൻ ഭാഷയിൽ. ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ഇങ്ങനെ യോജിപ്പിക്കാന്നർത്ഥം. ഇനി ഇതിലൂടെ അരപ്പ് ചേർക്കാം അല്ലേ? അതെ. ഇനി ഇതിലോട്ട് ഈ അരച്ച അരപ്പ് ചേർത്ത് യോജിപ്പിക്കാം. ഈ തേങ്ങ അരപ്പ് ഇതിൽ ഇട്ടതിന് ശേഷം ഇളക്കി യോജിപ്പിക്കാം. നല്ല വൃത്തിയായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മളതിനെ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷമാണ് നേരത്തെ കണ്ടതുപോലെ തിരുമ്മി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഈ അരപ്പ് ഇളക്കി മിക്സ് ചെയ്ത് ഈ കുറച്ച് തൈരും കൂടി ഒഴിക്കാം അല്ലേ? ഒരു അരക്കപ്പ് തൈര് കൂടി ഇതിലൊഴിക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ നല്ല പെരക്കായി. Rasaya